കിട്ടാൻ വേണ്ടി നിസ്കരിക്കാൻ വരണം. സന്തോഷമുണ്ടാകുമ്പോൾ നിസ്കാരമാണ് പെരുന്നാൾ നിസ്കാരം. ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു ജോലി തുടങ്ങണം, ഒരു കച്ചവടം തുടങ്ങണം, ഒരു ബിസിനസ് തുടങ്ങണം, ഒരു കോഴ്സ് പഠിക്കാൻ പോകണം. മുന്നിട്ടിറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഏത് ചെയ്യണമെന്ന് തിരഞ്ഞെടുക്കാൻ പ്രയാസം വരുമ്പോ നിസ്കരിക്കണം. സ്വലാത്തുൽ ഇസ്തിഖാറ, അല്ലാഹുവിനോട് ഖൈർ ചോദിച്ചുകൊണ്ടുള്ള നിസ്കാരം നിസ്കരിക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക വഅസ്തഖ്ദിറുക ബിഖുദ്റതിക വഅസ്അലുക അല്ലാഹുമ്മ മിൻ ഫദ്ലികൽ അളീം. അല്ലാഹുവിനോട് ദുആ ചെയ്യണം. നബി തങ്ങൾ ഒരു സൂറത്ത് പഠിക്കുന്ന പോലെ ഇസ്തിഖാറത്തിന്റെ ദുആ സ്വഹാബത്തിനെ പഠിപ്പിക്കുമായിരുന്നു. ഏതൊരു വിഷയവും മുന്നിട്ടിറങ്ങുമ്പോൾ അല്ലാഹു ആ വിഷയം എളുപ്പമാക്കി തരാൻ ഇസ്തിഖാറത്തിന്റെ 2 റക്അത്ത് നിസ്കാരം നമ്മളത് ചെയ്യാറുണ്ട്. ഒരു പെണ്ണ് കാണാൻ പോകുമ്പോ സ്വന്തം മോന് പെണ്ണ് കാണാൻ വേണ്ടി പോവാൻ, പഠിച്ചവനെ ഞാൻ നിങ്ങൾ പോകുന്ന വിഷയം ഹൈറാണെങ്കിൽ അടുപ്പിച്ചു തരണം റബ്ബേ. ആ ഉമ്മയും വാപ്പയും 2 റക്അത്ത് ഇസ്തിഖാറത്തിന്റെ നിസ്കാരം. ആ ചെറുപ്പക്കാരെ 2 റക്അത്ത് നിസ്കരിച്ചു. അല്ലാഹുവിനോട് ഇസ്തിഖാറത്തിന്റെ ദുആ ചൊല്ലി ദുആ ചെയ്തു. അല്ലാഹുമ്മ ഇൻ കുൻത തഅലം, അല്ലാഹുവേ ഞാൻ ഈ മുന്നിടുന്ന വിഷയം ഹൈറാണെങ്കിൽ അടുപ്പിച്ചു തരണമേ, അത് ഹൈറല്ലെങ്കിൽ എനിക്ക് വേണ്ട. ഇങ്ങനെ ഇസ്തിഖാറത്തിന്റെ നിസ്കാരം. ഏതൊരു ജോലിക്കിറങ്ങുമ്പോ ഇസ്തിഖാറത്ത് വേണം. കൺഫ്യൂഷനായാൽ എന്ത് ചെയ്യണമെന്നറിയില്ല. 2 ഓഫർ വന്നു, എന്ത് സ്വീകരിക്കണം? ഇസ്തിഖാറത്തിന്റെ നിസ്കാരം അവിടെയും നിസ്കാരമാണ്. ഒരു തെറ്റ് ചെയ്താൽ നിസ്കരിക്കണം. ഇന്നൽ ഹസനാതി യുദ്ഹിബിന സയ്യിആത്ത്, തിന്മകൾ അല്ലാഹു പൊറുപ്പിച്ചു കളയും. നിങ്ങളുടെ നിസ്കാരം കാരണം സുന്നത്ത് നിസ്കരിക്കാം. തെറ്റുകൾക്ക് പ്രായശ്ചിത്തമായി സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്. ഒരു പ്രയാസം വന്നാൽ, മനസ്സ് സങ്കുചിതമായാൽ, മനസ്സ് ഇടുങ്ങിപ്പോയാൽ, ഡിപ്രഷൻ വന്നു, ഡിസപ്പോയിന്റ്മെന്റ് വന്നു, എന്തെന്നില്ലാത്ത മനോകാഠിന്യം വന്നു, അള്ളാഹുവിന്റെ മുമ്പിലേക്ക് അല്ലാഹു അക്ബർ മുസല്ല വിരിച്ച് കഅബാലയത്തിലേക്ക് മുഖം തിരിച്ച് ഭവ്യതയോടുകൂടെ തക്ബീർ ചൊല്ലി 2 റക്അത്ത് നിസ്കരിച്ചാൽ അലിഞ്ഞു പോവാത്ത, ഉരുകിത്തീരാത്ത സങ്കടങ്ങളുണ്ടോ, പ്രശ്നങ്ങളുണ്ടോ? സൂര്യന് ഗ്രഹണം സംഭവിച്ചാൽ നിസ്കാരം, ചന്ദ്രന് ഗ്രഹണം സംഭവിച്ചാൽ നിസ്കാരം. സ്വലാത്തുൽ ഖുസൂഫും ഉണ്ട്. എല്ലാത്തിനും പരിഹാരം നിസ്കാരം. മറിയം ബീവി റളിയല്ലാഹു അൻഹാ, മറിയം ബിൻതു ഇമ്രാൻ, ഇമ്രാൻ എന്നവരുടെ പൊന്നുമോൾ മറിയം റളിയല്ലാഹു അൻഹാ. നബി ഞങ്ങൾ പറയുമായിരുന്നു, സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും ഉണ്ടല്ലോ, ലം യഖ്മുൽ മിനൻ നിസാഇ ഇല്ലാ ആസിയതു ഇംറഅതു ഫിർഔൻ വമറിയം ബിൻതു ഇമ്രാൻ. സഹോദരിമാരിൽ അങ്ങേ അറ്റത്തെ പരിപൂർണത ലഭിച്ചത് 2 മഹദികൾക്കാണല്ലോ. ഒന്ന് ഫറോവയുടെ ഭാര്യയായിരുന്ന ആസിയ റളിയല്ലാഹു അൻഹാ, മറ്റേത് ഇമ്രാൻ എന്നവരുടെ പൊന്നുമോൾ മറിയം റളിയല്ലാഹു അൻഹാ. പെണ്ണുങ്ങളിൽ പരിപൂർണത ലഭിച്ച നബിതങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയ മഹദികൾ, പരിപൂർണത ലഭിച്ചവർ വേറെയുമുണ്ട്. ഖദീജത്തുൽ കുബ്റാ വഫാത്തിമത്തുസ് സഹ്റാ വആയിഷത്തുസ് സിദ്ദീഖ, നബിയുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, അവിടുത്തെ ഭാര്യമാർ. പക്ഷേ ഈ ഉമ്മത്തിന്റെ മുമ്പ് കഴിഞ്ഞുപോയവരിൽ പരിപൂർണത കിട്ടിയത് ആസിയ ബീവിക്കും മറിയം ബീവിക്കും മാത്രമാണ്. ആ മറിയം ബീവിയെ അല്ലാഹു തെരഞ്ഞെടുത്തത് അവരുടെ നിസ്കാരം കൊണ്ടല്ലേ. وَإِذْ قَالَتِ الْمَلَائِكَةُ, മാലാഖമാർ പറഞ്ഞ നേരം ഒന്ന് ഓർക്കൂ നബിയേ. യാ മറിയമു, ഓ മറിയമേ, ഇന്നല്ലാഹ അസ്തഫാകി, അല്ലാഹു നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. വതഹറകി, നിങ്ങളെ ശുദ്ധിയാക്കി തന്നിരിക്കുന്നു. വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ, ലോക സഹോദരിമാർക്ക് മേൽ നിങ്ങൾക്ക് അല്ലാഹു സ്ഥാനം നൽകിയിരിക്കുന്നു മറിയമേ. യാ മറിയമു, അതുകൊണ്ട് മറിയമേ, ഉഖ്നുതീ ലിറബ്ബികി, അങ്ങയുടെ രക്ഷിതാവായ അല്ലാഹുവിന് വേണ്ടി ഇബാദത്തുകൾ ഒരുപാട് ചെയ്യണേ മറിയമേ. വസ്ജുദീ, നിങ്ങൾ ധാരാളം സുജൂദ് ചെയ്യണേ. വർകഈ മഅർ റാകിഈൻ, നിസ്കരിക്കുന്നവരോടുകൂടെ ഇനിയും നിസ്കാരം വർദ്ധിപ്പിക്കണേ. നിസ്കാരമുണ്ടായിരുന്ന മഹദിക്ക് അല്ലാഹു വലിയൊരു സ്ഥാനം കൊടുത്തപ്പോ, ലോക സ്ത്രീകളെക്കാളും മഹത്വം കൊടുത്തപ്പോ, അതിന് നന്ദി ചെയ്യാൻ അല്ലാഹു നിർദ്ദേശിച്ചത് ഇനിയും നിസ്കരിക്കണം. 5 നേരത്തെ നിസ്കാരം കഴിഞ്ഞ് നിർത്തിപ്പോരല്ല പെണ്ണേ. സഹോദരി, നിസ്കാരത്തിന്റെ ഖബലിയും ബഅദിയുമായ സുന്നത്തുകള്
ഒരു ദുഹാ നിസ്കാരം 2 റക്അത്ത് സൂര്യോദയം കഴിഞ്ഞൊരു 20 മിനിറ്റ് കഴിഞ്ഞ് ദുഹർ ബാങ്ക് കൊടുക്കുന്നതിന്റെ 20 മിനിറ്റ് മുമ്പ് വരെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ ശരീരത്തിലെ എല്ലാ ജോയിന്റുകൾക്കും അല്ലാഹുവിനോട് ചെയ്യുന്ന ശുക്റാണത്. സന്ധിവേദനക്ക്, മുട്ടുവേദനക്ക്, ഊരവേദനക്ക് പരിഹാരമുണ്ട്. നീ വൈദ്യരെ കണ്ടോ, ഡോക്ടറെ കണ്ടോളൂ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ദുഹാഇന്റെ 2 റക്അത്ത് കൂടെ നിസ്കരിക്കാൻ മറന്നു പോവല്ലേ. ഇജ്അലൂ ആഖിറ സ്വലാത്തികും ബില്ലൈലി വിത്റാ. കടന്നുറങ്ങാൻ പോകുമ്പോൾ രാത്രി അവസാനം രാത്രിയിൽ നിങ്ങൾ നിസ്കരിക്കുന്ന നിസ്കാരം വിത്ർ നിസ്കാരമാക്കണേ എന്ന് ഹബീബ് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ശീലമാക്കിയെടുക്കുന്നത്, നിസ്കാരം വർദ്ധിപ്പിക്കുന്നത് നിങ്ങൾക്ക് അല്ലാഹു സ്ഥാനം തരാൻ കാരണമാണ്. നിങ്ങൾക്ക് സ്ഥാനം തരുന്നത് പെണ്ണെ കൈകളിൽ 19 പവന്റെ വള അളയുമ്പോഴല്ല, മാല ചാർത്തുമ്പോഴല്ല. നിങ്ങൾക്ക് അല്ലാഹു സ്ഥാനം തരുന്നത് വിലപിടിപ്പുള്ള വലിയ വിലപിടിപ്പുള്ള വസ്ത്രം അണിയുമ്പോഴല്ല പെണ്ണെ. നിങ്ങൾക്ക് അല്ലാഹു സ്ഥാനം തരുന്നത് നിങ്ങൾ അല്ലാഹുവിന് എത്ര സ്ഥാനം മനസ്സിൽ കൊടുത്തിട്ടുണ്ടോ അതനുസരിച്ചാണ് നിങ്ങളുടെ സ്ഥാനം. ഇത് മനസ്സിലാക്കിയ വിഷയം തോന്നും. കുറേ വളക്കെട്ട് കല്യാണത്തിന് പോകൂലേ, വിചാരിക്കും റബ്ബേ ഞാൻ മറ്റോലൊക്കെ ഞെട്ടിച്ചിട്ടുണ്ടാവുന്ന ഓല് പറയും. ഒന്നുകിൽ വലിയ അസൂയക്കാരി പെണ്ണുങ്ങളാണെങ്കിൽ എന്ത് പറയും, മുഴുവൻ റോഡ് ഗോൾഡായിരിക്കും. ഒന്നുകിൽ അത് പറയും. വേറൊരുത്തി പറയും ചിലപ്പോ എന്ത്, ഓളെ വിചാരപ്പോൾക്ക് മാത്രമേ ഉള്ളൂ എന്ന്. എന്റെ പെരിയിലേ എന്റെ പെട്ടി മുഴുവൻ നിറഞ്ഞെടുക്ക, ഞാൻ ഇടാതെ വന്നത് ബോറല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഉണ്ടാവില്ല ചിലപ്പോ. എന്നാലും അങ്ങനെ പറയും. ഇങ്ങനെ അസൂയക്കാരെന്തെങ്കിലും, ഇവളിപ്പോ പോയതിപ്പോ വലിയ ഇജ്ജത്ത് കിട്ടാനാ, കിട്ടിയോ? അവൾ മാത്രം ഒറ്റക്കൊരു മൂലക്ക് നിൽക്കുന്നു, ഓളൊരു പൈസക്കാരി, നമ്മളൊന്നും ഇല്ലാത്തവരാ എന്ന് വേറൊരു ദാത്താന്റെ വക കമന്റും. എന്നാ പിന്നെ ഓൾ ഒറ്റപ്പെട്ടു ആ കല്യാണത്തിന്. എന്തിനേപ്പി ചെയ്തത്? സ്ഥാനം കിട്ടാൻ. നമ്മൾ ചെയ്യുന്ന അലങ്കാരങ്ങളല്ല, അതുകൊണ്ടല്ല അള്ളാഹു സ്ഥാനം തന്നത്. എന്തുകൊണ്ട്? ഖൽബിന്റെ ഉള്ളിൽ അള്ളാഹ്ക്ക് നമ്മൾ എത്ര സ്ഥാനം കൊടുത്തു, നമ്മുടെ നിസ്കാരത്തിൽ എത്ര സ്ഥാനം അള്ളാഹ്ക്ക് നമ്മൾ കൊടുത്തു, അതനുസരിച്ചാണ് നമ്മുടെ മർത്തബ. അള്ളാഹു നമ്മുടെ ദറജയെ ഈ ലോകത്തും പരലോകത്തും അള്ളാഹു ഉയർത്തി തരട്ടെ. നമ്മുടെ ഉസ്താദുമാർക്ക് അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ, നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. നമ്മൾ ഇൽമ പഠിപ്പിക്കാൻ ആരെല്ലാം സഹായിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ അള്ളാഹു കൊടുക്കട്ടെ. വിശുദ്ധ ഖുർആൻ പറയുന്നു,